മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ തിരുനാളായ കോർപ്പസ് ക്രിസ്റ്റി ഫീസ്റ്റിൻ്റെ മംഗളങ്ങൾ ഏവർക്കും നേർന്നുകൊണ്ട് നഴ്സസ് ടൈമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഇന്ന് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലായി എത്രയെത്ര ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കർത്താവിൻ്റെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിൽ നാം അനുദിനം ഏറ്റുപറയേണ്ടതാണ്. ആ അത്ഭുതങ്ങൾ ഈ ലോകമെങ്ങും വാഴ്ത്തപ്പെടേണ്ടതാണ്. ബെൽജിയത്തിൽ നിന്നുള്ള അഗസ്റ്റീനിയൻ സന്യാസിനിയായ വിശുദ്ധ ജൂലിയാന ഒരിക്കൽ ദിവ്യകാരുണ്യ ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ളിലൊരു പ്രചോദനമുണ്ടായി. ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയെ ബഹുമാനിക്കപ്പെടാനും ആദരിക്കപ്പെടാനും വേണ്ടി ഒരു പ്രത്യേക തിരുനാൾ ഉണ്ടാകണം. കാരണം ഈ ലോകത്ത് വേണ്ട വിധത്തിൽ ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയുടെ സാന്നിധ്യത്തെ ആരും ബഹുമാനിക്കുന്നില്ല എന്ന് അവൾക്ക് തോന്നലുണ്ടായി. ഈ ആഗ്രഹവുമായി അവൾ അവിടുത്തെ ബിഷപ്പിനെ സമീപിച്ചു. പിന്നീട് അത് നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൻ്റെ തിരുനാളായി മോണ്ടി തേഴ്സ്ഡേ ആഘോഷിക്കുന്നുണ്ടെങ്കിലും അന്ന് ഈ വലിയ ആഴ്ചയുടെയൊക്കെ ചൈതന്യത്തിലായതുകൊണ്ട് പലപ്പോഴും സങ്കടത്തിൻ്റെയും ദുഃഖവെള്ളിയുടെയും ഒക്കെ ഒരു അനുഭവത്തിലായിരിക്കും എല്ലാവരും. അവൾ പറഞ്ഞു, അങ്ങനെയല്ല, പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ തിരുനാളായി മാറണം. അതിൻ പ്രകാരം മാർപ്പാപ്പയെ ആ ബിഷപ്പ് വഴി സമീപിക്കുകയും അതിനുവേണ്ടി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ നടത്തുന്ന ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന വ്യാഴാഴ്ച കോർപ്പസ് ക്രിസ്റ്റിയുടെ ഫീസ്റ്റായി ആഘോഷിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ ഈ കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം വീണ്ടും വീണ്ടും ദൃഢമായി ഏറ്റുപറയണം, എൻ്റെ ഈശോ സജീവനായി ഈ തിരുശരീര രക്തങ്ങളിൽ വസിക്കുന്നു എന്നുള്ളത്. പരിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കർമ്മരംഗത്തേക്ക് നാം ഇറങ്ങണം, രോഗികളുടെ അടുത്തേക്ക്. ഇപ്പോൾ നമുക്ക് ബഹ്റൈനിൽ നിന്നുള്ള ഒരു സഹോദരിയുടെ ദൈവവചനം പങ്കുവയ്ക്കുന്നത് ശ്രവിക്കാം. പ്രൈസ് ദി ലോർഡ്.
വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 2 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. നമുക്കേവർക്കും സുപരിചിതമായ വചനഭാഗത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോയത്. ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി വചനം നമ്മെ എടുത്തു കാണിക്കുന്നത് അതിഥി സൽക്കാരത്തിൽ പരിചരണത്തിനായി കടന്നു വരുന്ന പരിചാരകരെയാണ്. ഈ പരിചാരകരുടെ സവിശേഷതകൾ എന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒന്നാമതായി, അവരിൽ ദൈവിക സാന്നിധ്യമുണ്ടായിരുന്നു. 2, വചനത്തോടും ദൈവത്തിൻ്റെ അധികാരശക്തിയോടും അനുസരണമുള്ളവരായിരുന്നു. 3-ാമതായി, ദൈവിക പദ്ധതിയോടുള്ള അവരുടെ സമ്പൂർണ്ണ സമർപ്പണവും സഹകരണവുമാണ് നാം കാണുന്നത്. എന്താണ് അവരുടെ ദൈവിക സാന്നിധ്യം? വചനം നമ്മോട് പറയുന്നു, വിവാഹ വിരുന്നിൽ യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശുവിൻ്റെ നിറസാന്നിധ്യമാണ് അവിടുത്തെ കുറവുകളിലേക്ക് നിറവ് പകരുവാൻ സാധ്യമാക്കി തീർത്തത്. 2-ാമത്തെ തലത്തിൽ അവർക്ക് തീർന്നു പോയത് തോൽക്കുടങ്ങളിൽ നിറഞ്ഞ പുതുവീഞ്ഞാണ്. പക്ഷേ യേശുനാഥൻ കൽപ്പിക്കുന്നതോ ഒഴിഞ്ഞ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവാനാണ്. ഒരു മടിയും കൂടാതെ യുക്തിക്കും ഭുക്തിക്കും നിരക്കാത്തൊരു കാര്യം യേശു ആവശ്യപ്പെടുമ്പോൾ അനുസരിക്കുന്ന പരിചാരകരെയാണ് വചനം നമ്മെ പരിചയപ്പെടുത്തുന്നത്. 3-ാമത്, അവരുടെ സമ്പൂർണ്ണ സമർപ്പണം. ഈ സമർപ്പണത്തിൽ നാം എന്താണ് കാണുന്നത്? വചനത്തിലുടനീളം കടന്നു പോകുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം കാണുന്നു, കുഷ്ഠരോഗിയായ നാമാൻ വളരെയേറെ സമ്മാനങ്ങളുമായി എലീഷ്യ പ്രവാചകൻ്റെ അടുത്തേക്ക് പോകുകയാണ്. പടിവാതിക്കൽ നാമാൻ എത്തിയപ്പോൾ എലീഷ്യ പ്രവാചകൻ ദൂതനെ അയച്ചുകൊണ്ട് പറയുകയാണ്, നീ ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം കുളിക്കുക, നിൻ്റെ രോഗം മാറി ശരീരം പൂർണ്ണസ്ഥിതിയെ പ്രാപിക്കും. എന്നാൽ കുപിതനാകുന്ന നാമാനെയാണ് വചനം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നാമാൻ പറയുന്നു, എൻ്റെ നാട്ടിൽ എത്രയോ വലിയ നദികളുണ്ട്, അവയേക്കാൾ എല്ലാം ശ്രേഷ്ഠമാണോ ജോർദാനിലെ ഈ ചെറിയ അരുവി? നാമാൻ്റെ ചിന്ത മാനുഷികമായിരുന്നു. അവൻ ചിന്തിച്ചത്, എലീശ പ്രവാചകൻ ഇറങ്ങി വന്ന് ദൈവനാമം വിളിച്ച് കരം വീശി തൻ്റെ കുഷ്ഠം സൗഖ്യമാക്കുമെന്നായിരുന്നു. മാനുഷിക ചിന്തകളിലൂടെ കടന്നു പോയപ്പോൾ നാമാൻ അറിഞ്ഞില്ല,
നദിയുടെ വലിപ്പമോ വെള്ളത്തിൻ്റെ ശക്തിയോ അല്ല തനിക്ക് സൗഖ്യം പകരുന്നത്. പ്രവാചക ശബ്ദത്തിലുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ് സൗഖ്യമായി കടന്നു വരുന്നതെന്ന്. എന്നാലും പ്രവാചക ശബ്ദത്തിന് ചെവി കൊടുത്തപ്പോൾ, സമ്പൂർണ്ണ സമർപ്പണത്തിനും സഹകരണത്തിനും തയ്യാറായപ്പോൾ കുഷ്ഠം മാറി സൗഖ്യപ്പെടുന്ന നാമാനെയാണ് വചനം പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു സമർപ്പണമാണ്, സഹകരണമാണ് ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി തമ്പുരാൻ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. വീണ്ടും നമുക്ക് ഇന്നത്തെ തിരുവചന ഭാഗത്തേക്ക് പോകാം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കാനായിലെ കല്യാണ വിരുന്നിലെ പരിചാരകർ പരിചരിക്കുന്നത് അവിടുത്തെ അതിഥികളെയാണ്. ആതുര ശുശ്രൂഷ മേഖലയിൽ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ പരിചരണത്തിനായിട്ടാണ്. ഒരു വ്യത്യാസമേ ഉള്ളൂ, നാം പരിചരിക്കാൻ പോകുന്നത് അശരണരും രോഗികളുമായ മക്കളെയാണ്. അത് ദൈവം തിരഞ്ഞെടുത്ത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തികളാണ്. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് അനേകം വ്യക്തികളെയും കുടുംബങ്ങളെയും അനേകം സമൂഹങ്ങളിലേക്കും യേശുനാഥൻ കടന്നു പോകുന്നതായി വചനം നമ്മെ പരിചയപ്പെടുത്തുന്നു. യേശു ചെന്നിടങ്ങളിലെല്ലാം കണ്ടവരിലെല്ലാം കരുണയുടെയും സ്നേഹത്തിൻ്റെയും തൈലം പുരട്ടുന്നതായാണ് നാം കാണുന്നത്. ആധുനിക യുഗത്തിലും അന്നത്തെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും തൈലം പുരട്ടലുകൾ രോഗികൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് തൻ്റെ ശുശ്രൂഷകൾ ദൈവമക്കളിലൂടെ ആവർത്തിക്കപ്പെടുവാനാണ് ഇന്ന് നേഴ്സസ് മിനിസ്ട്രിയിലൂടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. പ്രിയ സഹോദരങ്ങളെ, വചനഭാഗത്തിൽ പരിചാരകർ ശങ്കിക്കുന്നില്ല. എന്തിന് തോൽക്കുടങ്ങൾക്ക് പകരം കൽഭരണികളിൽ വെള്ളം നിറയ്ക്കണം എന്ന് ചോദിക്കുന്നില്ല. കൽഭരണികളുടെ സവിശേഷതകൾ വചനം പൂർണ്ണമായും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓരോ കൽഭരണിയിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവുകൾ വരെ വളരെ കൃത്യമാണ്. നാമും ശുശ്രൂഷ മേഖലകളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ഒഴിഞ്ഞ കൽഭരണികളിൽ യേശുവിൻ്റെ വചനവും ആത്മാവും നിറച്ചു കൊണ്ടുപോകുക. വചനത്തിലുണ്ടായിരുന്ന യേശുവിൻ്റെ സാന്നിധ്യമാണ് പരിചാരകരെ അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കുവാൻ സാധ്യമായത്. നാമും ശുശ്രൂഷ മേഖലകളിലേക്ക് കടന്നു പോകുമ്പോൾ യേശുവിനെ നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുക. കൽഭരണികളിൽ നിറച്ച പച്ചവെള്ളത്തെയാണ് പരിചാരകർ വിളമ്പിക്കൊടുത്തത്. പരിചാരകർ തങ്ങളുടെ കഴിവും തങ്ങളുടെ ശക്തിയും അവിടെ പ്രകടമാണ്. അവർ കൽഭരണികളിൽ പച്ചവെള്ളമാണ് നിറച്ചത്. പക്ഷേ യേശുനാഥൻ്റെ കൽപ്പന, യേശുവിൻ്റെ വചനം കടന്നു വരുമ്പോൾ വെള്ളം വീഞ്ഞായി രൂപാന്തരപ്പെടുന്നു. എന്നാൽ ആ പരിചാരകർ അത് രുചിച്ചു നോക്കുന്നില്ല. ഇനി പകർന്ന കലവറ പ്രമാണിയുടെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ സമർപ്പണത്തോടെ അതുമായി പോകുന്ന പരിചാരകരെയാണ് വചനത്തിൽ കാണുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആദര ശുശ്രൂഷ മേഖലകളിലേക്ക് നാം കടന്നു പോകുമ്പോൾ നാമും കൽഭരണികളിൽ നിറച്ചതുപോലെ നമ്മുടെ പരിചരണവും ദൈവത്തിൻ്റെ ആത്മാവും വചനത്തിൻ്റെ ശക്തിയും നിറഞ്ഞതാണെങ്കിൽ പരിചരണവും ശുശ്രൂഷകളും ലൗകിക തലത്തിൽ നിന്നും ആത്മീയ തലത്തിലേക്ക് രൂപാന്തരപ്പെടും. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്തുണ്ടായിരുന്ന സ്നേഹവും കരുണയും
നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന രോഗികളിലേക്ക് പകർന്നു കൊടുക്കുവാൻ അപ്പോൾ നമുക്ക് സാധിക്കും. ഇതാണ് നേഴ്സസ് മിനിസ്ട്രിയിലൂടെ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. മിനിസ്ട്രിയിലേക്ക് കടന്നു വരിക, കടന്നു വന്ന് ശുശ്രൂഷകളിൽ പങ്കെടുക്കുക, പ്രാർത്ഥനായോഗങ്ങളിൽ ചേരുക. അപ്പോൾ വചനത്തിൻ്റെ ശക്തിയാലും ആത്മീയ ശക്തിയാലും നാം നിറയും. നിറയുന്ന ശക്തിയെ പകരുവാൻ നമുക്ക് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, തിരുവചനത്തിൽ ഫിലിപ്പിയുടെ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഈ തിരുവചനമാണ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തേണ്ടത്. എന്നെ ശക്തനാക്കുന്ന യേശുവിൻ്റെ ശക്തിയാണ്, യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ് എൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നവരിലേക്ക് ഞാൻ പകരേണ്ടത്. നാം ചെയ്യുന്നത് ചെറിയ കാര്യങ്ങളായിരിക്കാം. ഒരു പക്ഷേ മരുന്ന് കൊടുക്കുന്നു, ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, രോഗികൾക്ക്, വേദനിക്കുന്നവർക്ക് സാന്ത്വനം പകരുന്നു, മുറിവുകൾ വച്ചു കെട്ടുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ ആ പരിചാരകരിൽ ഉണ്ടായിരുന്നത് പോലെ ഭരണികളിൽ നിറഞ്ഞത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ നിറവുമായിരുന്നു. ഈ ചെറിയ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ നമ്മിലും വചനത്തിൻ്റെ ശക്തിയും ആത്മീയ ശക്തിയും നിറഞ്ഞാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പരസ്യജീവിതകാലത്തെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും തലോടലുകൾ നമ്മുടെ ശുശ്രൂഷകളിലൂടെയും പകരപ്പെടും. നമ്മുടെ അധരങ്ങളിലൂടെയും കരങ്ങളിലൂടെയും ശക്തി പകരുവാൻ യേശുനാഥൻ കാത്തിരിക്കുകയാണ്. വചനത്തിൽ പറഞ്ഞതുപോലെ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധിക്കും. ഈ ശക്തി സംഭരിക്കുക. പൗലോസ് അപ്പസ്തോലൻ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനവുമായി നടക്കുന്ന സമയത്ത് വചനത്തിലൂടെ പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശുനാഥൻ്റെ സ്വന്തമാകുവാനാണ് നേഴ്സസ് മിനിസ്ട്രിയിലൂടെ എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. നാം വചനത്തിലൂടെയും ആത്മീയ ശക്തിയിലൂടെയും ശുശ്രൂഷകളിലൂടെയും യേശുവിൻ്റെ സ്വന്തമായി മാറിയാൽ നാം ശുശ്രൂഷിക്കുന്ന രോഗികൾ, നമ്മുടെ പരിചരണങ്ങൾ, നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ, കുടുംബാംഗങ്ങൾ, സഹപ്രവർത്തകർ, അവരെയെല്ലാം യേശുവിൻ്റെ സ്വന്തമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. ആദിമസഭയിലുണ്ടായിരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഇനിയും ആധുനിക യുഗത്തിൽ നടത്തപ്പെടുവാൻ പൊന്നുതമ്പുരാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ശുശ്രൂഷ മേഖലകളിലൂടെയാണ്. ഇതാണ് ആദര ശുശ്രൂഷ മേഖലകളിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന, ദൈവവിളി സ്വീകരിച്ചിരിക്കുന്ന നാം ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, യേശുവിൻ്റെ സൗഖ്യം പകരുന്ന കരങ്ങളും സാന്ത്വനം പകരുന്ന അധരങ്ങളുമായി മാറുവാൻ നമ്മെ ഓരോരുത്തരെയും, ലോകം മുഴുവനുമുള്ള ഓരോ നേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയുടെ സ്നേഹത്താൽ നിറഞ്ഞു നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ബഹ്റിനിലെ ഗ്രേസ് സിസ്റ്ററിലൂടെ ഈശോ നമ്മോട് സംസാരിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇപ്പോൾ നമുക്ക് ഒരു നേഴ്സിൻ്റെ സാക്ഷ്യം ശ്രവിക്കാം. പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനം 34:8 പറയുന്നു, കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. എൻ്റെ പേര് സ്നേഹ ഡാനിയൽ. റാസക്കൈമേൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. കർത്താവിൻ്റെ നന്മയും സ്നേഹവും അനുഭവിച്ചറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ശുശ്രൂഷ മേഖലയിലുണ്ടായ ചില അനുഭവങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരിക്കൽ
കുട്ടികളുടെ വാർഡിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹൃദയ സംബന്ധമായ വളരെ സീരിയസ് ആയ ഒരു റഷ്യൻ കുട്ടി 3 വയസ്സുകാരി അവിടെ അഡ്മിറ്റായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫിലിപ്പിനോ കൂട്ടുകാരിയും കൂടെ അങ്ങോട്ട് കടന്നു ചെന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ കടന്നു ചെന്നു. അവിടെ വളരെ വിഷമിച്ചിരിക്കുന്ന ആ കുട്ടിയുടെ അമ്മയെ ഞങ്ങൾ കാണാനിടയായി. ആ അമ്മയോട് ഞങ്ങൾ കുശലാന്വേഷണങ്ങൾ ചെയ്തു. അപ്പോൾ ആ അമ്മ പറഞ്ഞു കരയുകയായിരുന്നു. 5-6 മാസമായിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഉപേക്ഷിച്ചതാണ്. എൻ്റെ ഏക മോള് ഈ അത്യാസന്ന നിലയിലാണ്, മരിച്ചു പോകുമെന്ന് വിചാരിക്കുന്നു. എക്കോ ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറയുകയുണ്ടായി ഇമ്മീഡിയറ്റ് ഹാർട്ട് സർജറി വേണമെന്നാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല സിസ്റ്റർ, എന്ത് ചെയ്യും, എൻ്റെ കുഞ്ഞ് മരിച്ചു പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ, ഈശോയോടൊന്ന് പ്രാർത്ഥിക്കട്ടെ, നിനക്ക് ഈശോയെ അറിയാമോ എന്ന് ഞാൻ ചോദിച്ചു. ആ മദർ ഇപ്രകാരം പറയുകയുണ്ടായി, ഞാനും ഒരു ക്രിസ്ത്യനാണ്, പക്ഷെ വളരെ കാലമായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ അറിയില്ല, ഈശോ പ്രാർത്ഥന കേൾക്കുമോ എന്നും എനിക്കറിയില്ല എന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞുപോയി, ഈശോ ഇന്നും ജീവിക്കുന്നവനാണ്, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. ഞങ്ങൾ രണ്ടുപേരും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ് ഞങ്ങൾ മറ്റുള്ള രോഗികളുടെ അടുത്തേക്ക് പോയി. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ എല്ലാം വന്ന് ഈ അമ്മയോട് അമ്മേനെ ആശ്വസിപ്പിക്കുകയും കുഞ്ഞിനുള്ള ശുശ്രൂഷകളെ പ്രാർത്ഥനയോടെ ഞങ്ങൾ തുടരുകയും ചെയ്തു. ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലായിരുന്നപ്പോൾ ഞങ്ങളുടെ വാർഡിലുള്ള എല്ലാവരും ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. 3-4 ദിവസത്തിന് ശേഷം ഞങ്ങൾ വാർഡിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഈ അമ്മ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഞങ്ങൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളന്ന് പ്രാർത്ഥിച്ചു പോയതിന് ശേഷം എൻ്റെ കുഞ്ഞ് കുറേശ്ശെ ഇമ്പ്രൂവായി വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അതുമാത്രമല്ല സിസ്റ്റേഴ്സ്, എനിക്ക് അന്ന് മുതൽ നല്ല ഉറക്കം കിട്ടാനും തുടങ്ങിയെന്ന്. അതിലുപരിയായിട്ട് ഇന്ന് വലിയൊരു അത്ഭുതം നടന്നു എന്ന് പറഞ്ഞ് അവർക്കങ്ങ് കണ്ണെല്ലാം നിറഞ്ഞു തുളുമ്പുമായിരുന്നു. 6 മാസത്തിന് മുന്നേ എന്നെ ഉപേക്ഷിച്ച് പോയ എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ബഹ്റൈനിലുണ്ട്, അദ്ദേഹം എന്നെ വാർഡിൽ വിളിക്കാൻ ഇടയായെന്ന്. ഞങ്ങളും ആകെ സർപ്രൈസായിട്ട് അവരോട് ചോദിച്ചു ഇതെങ്ങനെ സാധിച്ചു എന്ന്. അപ്പോൾ അവർ പറയുകയാണ്, എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മദറിനെ റഷ്യയിൽ കോണ്ടാക്ട് ചെയ്ത് എൻ്റെ അമ്മയാണ് ഇവിടുത്തെ നമ്പർ കൊടുത്തത്, അങ്ങനെ അദ്ദേഹം വിളിക്കാൻ ഇടയായി. അതുമാത്രമല്ല എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷന് വേണ്ടി എനിക്ക് ഒരുപാട് സഹായങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം നിങ്ങളുടെ ജീസസിൻ്റെ കൃപ കൊണ്ടാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ജീസസ് അല്ല നമ്മളുടെ ജീസസ് എന്ന് പറയാൻ പറഞ്ഞു. അതിനുശേഷം ഒരാഴ്ചയിൽ അവർക്കിടെ കുട്ടിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് പണ്ടത്തെ എക്കോയുമായിട്ടുള്ള ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട്, കുട്ടിയുടെ ഇന്നത്തെ അവസ്ഥ ആദ്യത്തെ എക്കോയുമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഒരു എക്കോ ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സ് നിഗമനത്തിലെത്തി. എന്തുകൊണ്ടെന്നാൽ ആദ്യത്തെ സ്കാൻ റിപ്പോർട്ടും കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനും കൂടെ യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഹാർട്ട് സ്കാനിന് ശേഷം ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുകയുണ്ടായി, ഈ കുഞ്ഞിന് ഉടനടി ഒരു ഹാർട്ട് സർജറി വേണ്ട, പിന്നീട് ചെയ്താൽ മതിയെന്ന്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവർ ഡിസ്ചാർജ് ചെയ്ത് പോകാനിടയായി. പോകുന്ന സമയത്ത് അവർ ഞങ്ങളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിനി ഒരിക്കലും ജീസസിനെ ഉപേക്ഷിക്കുകയില്ല, ഞാനിതെന്നും ഓർക്കുമെന്ന്. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു അനുഭവം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. 12 വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദമ്പതികൾക്ക് കിട്ടിയിട്ടുള്ള പ്രഷ്യസ് ആയിട്ടൊരു കുട്ടിയായിരുന്നത്. 2.5 കിലോളം തൂക്കം വരുന്നൊരു കുഞ്ഞ്. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ഫിറ്റ്സായിട്ട് വെന്റിലേറ്ററിൽ കഴിയുന്നൊരവസ്ഥയാണ്. ഞാൻ തന്നെയാണ് കുഞ്ഞിനെ റിസീവ് ചെയ്തത്. ആ വിവരം അറിഞ്ഞപ്പോൾ മുതൽ തന്നെ അതിൻ്റെ പാരൻസ് വളരെ വിഷമത്തിലായിരിക്കുകയും അവരുടെ കരച്ചിലും അവസ്ഥയും സിറ്റുവേഷനും കണ്ടുകൊണ്ട് എനിക്കും വളരെ വിഷമമുണ്ടായി. എന്തുകൊണ്ടെന്നാൽ 10 വർഷത്തോളമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥയിലൂടെ ആ സമയത്ത് ഞങ്ങളും കടന്നു പോവുകയായിരുന്നു. എല്ലാ മരുന്നുകളും കൊടുത്ത് കുഞ്ഞിനെ വെന്റിലേറ്ററിൽ സ്റ്റേബിളാക്കാൻ വെച്ചിരുന്നു. പിന്നെ അഡ്മിഷൻ്റെ തിരക്കുകളായി. അപ്പോൾ കുറച്ചെങ്കിലും കുഞ്ഞ് സ്റ്റേബിൾ ആകുമ്പോൾ ഈ കുട്ടിയെ മദറിൻ്റെ അടുത്തേക്ക് മാറ്റാനായിരുന്നു ഡോക്ടേഴ്സിൻ്റെ പ്ലാന്. മരുന്നെല്ലാം കൊടുത്ത് കുഞ്ഞൊരുവിധം സെറ്റിലായി. പിന്നീട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ ജോലിക്ക് വരുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ജോലിക്ക് വരുമ്പോൾ കുഞ്ഞിന് കൺവൾഷൻ നിന്നു, അതായത് ഫിറ്റ്സ് എല്ലാം നിന്നു. എങ്കിലും വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ എൻ്റെ തന്നെ അസൈൻമെൻ്റ് ആയിരുന്നു കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് തൊട്ട് ഈശോയ്ക്ക് സമർപ്പിച്ച്
ഈശോയുടെ രക്തത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് തലോടിക്കൊണ്ടേയിരുന്നു. എല്ലാവരും പറയും മിനിമം ഹാൻഡിലിംഗ് ആണെന്ന്. പക്ഷെ ആരും കാണാതെ ഞാൻ എൻ്റെ ഈശോയുടെ കരങ്ങളിൽ ആ കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ കുഞ്ഞിൻ്റെ വെന്റിലേറ്റർ കെയർ വേണ്ട എന്നുള്ള നിഗമനത്തിലെത്തി കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഓക്സിജൻ വെച്ച് കൊടുത്തു. കുഞ്ഞിന് ഒരുവിധം ആക്ടിവിറ്റീസൊക്കെ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ വീണ്ടും ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി കുഞ്ഞ് ബ്രെയിനിൽ പ്രോബ്ലമായിട്ടുള്ള കുഞ്ഞായിരിക്കും, ഫീഡിംഗ് ഒന്നും എടുക്കില്ല, അതുകൊണ്ട് മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ട് പാല് കൊടുത്ത് അങ്ങനെ വളർത്തുന്നൊരവസ്ഥയാണ്. അതെനിക്ക് ഏറ്റവും ഹൃദയവേദകമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞിനെ ഇത്രയും പ്രഷ്യസായിട്ട് കാത്തിരുന്ന ദമ്പതികൾക്ക് കൈമാറുന്നൊരവസ്ഥ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാനന്ന് ഈശോയോട് വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. 2 ദിവസം നിർഭാഗ്യവശാൽ 2 ദിവസം എനിക്ക് അവധിയായിരുന്നു. വീട്ടിലും ഇരുന്ന് പ്രാർത്ഥിച്ചു. 3-ാം ദിവസം ഞാൻ ജോലിക്ക് പോയ സമയത്ത് ആ കുട്ടി ആ ബെഡിൽ കണ്ടില്ല. അപ്പം ഞാൻ ഇപ്രകാരം ചോദിച്ചു, അയ്യോ ഈ ബേബിക്ക് എന്ത് പറ്റി, എവിടെയാണ് ഈ കുട്ടിയെന്ന്. അപ്പോൾ സഹപ്രവർത്തകർ ഇപ്രകാരം പറയുകയുണ്ടായി, കുഞ്ഞിനെ മദറിൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു, മദറിൻ്റെ വാർഡിലാണെന്ന്. അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ആ കുഞ്ഞിനെയും അമ്മയും കാണാൻ വേണ്ടി 3rd ഫ്ലോറിൽ പോയി. അവിടെ ചെന്നപ്പോൾ പാല് കുടിച്ചുകൊണ്ട് നോർമൽ ആക്ടിവിറ്റീസായിട്ടിരിക്കുന്ന ആ കുഞ്ഞിനെയാണ് ഞാൻ കാണാനിടയായത്. ഞാൻ അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ 18-ാം അധ്യായത്തിൽ 27-ാം വചനം പറയുന്നു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന്. നമ്മൾ ശുശ്രൂഷിക്കുന്ന ഓരോ രോഗികളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എത്ര അത്ഭുതകരമായിട്ടാണ് ഈശോ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. നമുക്ക് ഈശോയുടെ നേഴ്സുമാരായി തീരാം. ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നാം ശുശ്രൂഷിക്കുന്ന ഓരോ രോഗികൾക്കും വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോൾ മനസ്സിലായില്ലേ? ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ആ സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എത്ര വലിയ അത്ഭുതമാണ് അവിടെ ചെയ്തതല്ലേ? അതുപോലെ നാം ശുശ്രൂഷിക്കുന്ന ഓരോ രോഗികൾക്കും വേണ്ടി നാമും പ്രാർത്ഥിക്കണം. ഈശോ സൗഖ്യപ്പെടുത്തുക തന്നെ ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം തന്നെ ക്ലിനിക്കിലേക്ക് കടന്നു വന്ന 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീ, അവൾ 5 മാസം ഗർഭിണിയാണ്. അവൾ പറഞ്ഞു, എനിക്ക് ഈ പ്രഗ്നൻസി വേണ്ടായിരുന്നു, എങ്കിലും ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈശോയുടെ കരയുന്ന ഒരു മുഖമാണ് തെളിഞ്ഞു വന്നത്. ഞാൻ കൊടുത്ത സമ്മാനമായ കുഞ്ഞിനെയും ഞാൻ വസിക്കുന്ന ആ കുഞ്ഞിനെയും തിരസ്കരിക്കുന്ന അമ്മ. പെട്ടെന്ന് അവളോട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, 16 ആഴ്ച പ്രായമുള്ളപ്പോൾ തന്നെ നിങ്ങളുടെ കുഞ്ഞ് ഉദരത്തിൽ കിടന്നുകൊണ്ട് നിങ്ങൾ പറയുന്ന ഓരോ കാര്യവും കേൾക്കുന്നുണ്ട്. എപ്പോഴും എനിക്ക് നിന്നെ വേണ്ടായിരുന്നു, എനിക്ക് ഈ പ്രഗ്നൻസി വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് അവിടെ കിടന്ന് കരയുകയാണ്. പെട്ടെന്ന് അവർക്ക് മാറ്റമുണ്ടായി. അവൾ പറയുകയായിരുന്നു, സിസ്റ്റർ, എനിക്ക് അറിയില്ലായിരുന്നു ഈ കുഞ്ഞിനെ കേൾക്കാൻ സാധിക്കുമെന്ന്. ഈ നിമിഷം മുതൽ ഞാൻ ആ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങും. ഞാൻ പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുമെന്ന് ആ അമ്മ പറഞ്ഞു. പെട്ടെന്ന് വീണ്ടും ഈശോയുടെ ചിരിക്കുന്ന മുഖം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ രോഗികളും ചിലപ്പോൾ അവർ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമായിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത്. ആ അവസരം നാം പാഴാക്കി കളയരുത്. ഈശോയെ ആ രോഗിക്ക് കൊടുക്കുക തന്നെ ചെയ്യണം. നമ്മൾ എത്രമാത്രം ഈശോയുടെ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞു. ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കാനുള്ളതാണോ? ഒരിക്കലുമല്ല. ആ സ്നേഹം അവർക്ക് പങ്കുവെച്ചു കൊടുക്കണം. അവരും അറിയട്ടെ ഈശോയുടെ സ്നേഹവും രക്ഷയുമൊക്കെ. ഇങ്ങനെയുള്ള നഴ്സുമാർ ഈ ലോകം നിറഞ്ഞു കഴിയുമ്പോൾ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരിലേക്കും കർത്താവിൻ്റെ സ്നേഹം നിറയും. നമുക്കതിനായി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.